തിരുവനന്തപുരം അമ്പൂരി കുരിക്കോണത്ത് പിതാവിനെ മകൻ അടിച്ചു കൊലപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. അമ്പൂരി സ്വദേശി തോമസ് എബ്രഹാമാണ് കൊല്ലപ്പെട്ടത്. മകൻ ഷൈനു തോമസിനെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷെബീദ്, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് വിവാഹ വാർഷിക വേളയിൽ അച്ഛനും മകനും തമ്മിൽ ഇങ്ങനെ തർക്കമുണ്ടാകുകയും കസേരയെടുത്ത് പിതാവിന്റെ തലക്കടിക്കുകയും ചെയ്തു? SKN മദ്യസൽക്കാരത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളറട പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. തിരുവനന്തപുരം ഈ വെള്ളറട അമ്പൂരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. തോമസ് എബ്രഹാം അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകൻ ഷൈനു തോമസ് ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഈ ഷൈനു തോമസിന്റെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടന്നിരുന്നു. ബന്ധുക്കളടക്കം പങ്കെടുത്ത ഒരു പാർട്ടിയായിരുന്നു. അതിനിടെ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ മദ്യപാനത്തിനിടെ ബന്ധുക്കൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയും തർക്കം പിന്നീട് വാക്കേറ്റത്തിലും സംഘർഷത്തിലും ഇതിനിടയിലാണ് ഈ ഷൈനു തോമസ് എബ്രഹാമിന്റെ തലയിൽ കസേര കൊണ്ട് അടിക്കുന്നത്. ഈ അടിയേറ്റ ഉടൻ തന്നെ തോമസ് എബ്രഹാം തറയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ മറ്റു ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ ഇപ്പോൾ ഈ 38 വയസ്സുകാരനായ മകൻ ഷൈനു തോമസ് വെള്ളറട പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ തോമസിന്റെ മൃതദേഹമാകട്ടെ കാരക്കോണം CSA മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം എന്താണ് കൃത്യമായിട്ടുള്ള മരണകാരണം, അതല്ലെങ്കിൽ തലയ്ക്ക് അടിയേറ്റത് തന്നെയാണോ, അതല്ലെങ്കിൽ ഈ തറയിലേക്ക് വീണപ്പോൾ തലയിടിച്ചതാണോ മരണത്തിന്റെ കാരണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. വെള്ളറട പോലീസ് ഷൈനു തോമസിനെ ചോദ്യം ചെയ്തു വരികയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.